Assalamualaikum. Welcome to my channel Cousins Recipes. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് മാക്രോണി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ മാക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഉള്ളി, ഒരു ക്യാരറ്റ്, പിന്നെ ചെറിയ കഷ്ണം കാബേജ്, പിന്നെ കുറച്ച് ചപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 ടീസ്പൂൺ മൈദപ്പൊടി, പിന്നെ 1 കപ്പ് പാല്, പിന്നെ കുറച്ച് ചുവന്ന മുളക് പൊടിച്ചത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി വലിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ കാബേജും ക്യാരറ്റും ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്കൊരു വൈറ്റ് സോസിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് പാല് കുറേശ്ശെയായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുടരെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചായി നമുക്ക് പാല് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടിയും നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലിയും, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ചപ്പും ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച വെജിറ്റബിൾസിലേക്ക് ഈ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മാക്രോണി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം നമുക്ക്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.